നിങ്ങൾ സംസാരിക്കുന്നത് ആളുകൾ കേട്ടിരിക്കും വീതം എങ്ങനെ നന്നായി സ്റ്റേജിൽ കയറി സംസാരിക്കാമെന്നാണ് ഡെയിൽ കാർണേജിയുടെ സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു നല്ല സ്പീച്ച് അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്ന് പറയുന്നത് സംസാരിക്കുന്ന ആളുടെ ഹൃദയവും മനസ്സും ഓഡിയൻസിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയവും മനസ്സുമായി കൂട്ടിച്ചേർക്കുന്നതാണ്. അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പ്രിപ്പറേഷൻ, രണ്ട് ഡെലിവറി അല്ലെങ്കിൽ അവതരണ രീതി. ആദ്യം ഒരു സ്പീച്ചിന് വേണ്ടി എങ്ങനെ നന്നായി പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ അവതരണ രീതിയിലേക്ക് കടക്കാം. നന്നായി കൊടുക്കുന്ന ഓരോ സ്പീച്ചിന് പിന്നിലും അതിലും ഗംഭീരമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ട് എന്നതാണ്. സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത് ആരും അറിയുന്നില്ല. ഒരാൾ നന്നായി വേദിയിൽ സംസാരിക്കുന്നത് കേട്ടാൽ നമ്മുടെ വിചാരം ആൾക്കത് ജന്മനാ കിട്ടിയ ഒരു കഴിവാണെന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. സാധാരണ റിഹേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പീച്ചിന് വേണ്ടി തയ്യാറെടുക്കാൻ 3 ആഴ്ചയെങ്കിലും വേണമെന്നാണ് പ്രശസ്ത എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുള്ളത്. സോ അതാണ് നമ്മുടെ ആദ്യ പോയിന്റ്. ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ 10 മുതൽ 14 ദിവസം വരെ നമ്മൾ എടുക്കണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമായിട്ട് ഒരു പേപ്പറും പെൻസിലും എടുത്തിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു 50 പോയിന്റ് 20 മിനിറ്റിനുള്ളിൽ എഴുതുക. 20 മിനിറ്റ് എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട, അതിൽ കുറവ് എടുക്കേണ്ട. 20 മിനിറ്റ് എക്സാക്റ്റ് ആയി എടുത്തിട്ട് 50 ചോദ്യങ്ങളെങ്കിലും മിനിമം അതിനെക്കുറിച്ച് എഴുതുക. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഉണ്ടാക്കാം. ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ആ ടോപ്പിക്കിനെ കുറിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെന്ന് പറയാൻ കാരണം അത് ബ്രെയിനിൽ നല്ലൊരു സ്റ്റിമുലേറ്റർ ആണ്. ഈ സെഷനിൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ആൻസേഴ്സ് ഇപ്പോൾ കണ്ടെത്തേണ്ടതില്ല. ഇനി അടുത്തൊരു സെഷനിലാണ് ഇതിനു വേണ്ടി ആൻസേഴ്സ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആ ഓരോ ചോദ്യങ്ങൾ, നിങ്ങൾ എഴുതിയ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയോ അത് മാത്രം എഴുതി വെക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ടെക്നോളജി യൂസ് ചെയ്യേണ്ട, ഗൂഗിളും മറ്റൊന്നും നോക്കണ്ട ആൻസർ കണ്ടെത്താൻ. നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എഴുതുക. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതും വേണ്ട, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ കിടക്കട്ടെ. വേറൊരു സെഷനിൽ ടെക്നോളജി യൂസ് ചെയ്യുക, ഗൂഗിളോ ChatGPT എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിന് ആൻസേഴ്സ് കണ്ടെത്തുക. ഈ ആൻസേഴ്സ് കണ്ടെത്തുന്നതിൽ ഒരു ടൈം ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങളുടെ സമയം പോലെ നല്ല രീതിയിൽ സമയമെടുത്ത് തന്നെ ആൻസേഴ്സ് കണ്ടെത്തുക. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നിയ ആൻസേഴ്സും ഒന്ന് ഈ സമയത്ത് നോക്കാം. ടെക്നോളജി വെച്ചിട്ട് മൊബൈൽ ഫോണിൽ ഇത് കറക്റ്റാണോ, ചെയ്തത് കറക്റ്റാണോ എന്ന് നോക്കാം. ആൻസേഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ശരിയാക്കി എഴുതാനും ഈ സമയത്ത് പറ്റുന്നതാണ്. ഇനി ഇത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ച് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, അങ്ങനെയാണോ? അല്ല. നിങ്ങൾ പേപ്പറിൽ നോക്കി വായിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ആ ഒരു സ്പീച്ച് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല. കാരണം അവർ ഒന്നെങ്കിൽ താഴെ നോക്കും, പേപ്പറിൽ നോക്കും, ആക്ഷൻസ് കുറവായിരിക്കും, വളരെ ബോറിംഗ് സ്പീച്ചായി പോകും. സോ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരു നോട്ട്സ് ഉണ്ടാക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നോട്ട്സിൻ്റെ ഉപയോഗം ഇല്ലാണ്ട് ചെയ്യണം. അതിന് 2 തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 2 തരത്തിലുള്ള റിഹേഴ്സലുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്നത് മൈൻഡിലാണ് ആ റിഹേഴ്സൽ നടക്കുന്നത്. നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് വിലയിരുത്തണം, ഒരുപാട് ചിന്തിക്കണം. രാവിലെ നിങ്ങൾ എണീറ്റത് മുതൽ ചിന്തിക്കുന്നത് അതായിരിക്കണം, രാത്രി കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അതായിരിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സ്ട്രക്ചർ തെളിഞ്ഞു വരും. എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചർ തെളിഞ്ഞു വരും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത്തെ റിഹേഴ്സൽ സെക്ഷനിലേക്ക് കടക്കണം. അത് അവസാനത്തെ ഒരു 2-3 ദിവസത്തിൽ അല്ലെങ്കിൽ 4 ദിവസമൊക്കെ എടുത്തിട്ട് ചെയ്യാം. ആക്ച്വൽ റിഹേഴ്സൽ, അതായത് നിങ്ങളൊരു കണ്ണാടിക്ക് മുമ്പിലിരുന്ന് അല്ലെങ്കിൽ ഒരു കാറിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഇതിങ്ങനെ പറഞ്ഞു നോക്കുക. എങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ആ ഒരു രീതിയിൽ പറഞ്ഞു നോക്കുക. ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര സമയമാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിലും കൂടുതൽ നിങ്ങൾക്ക് പറയാൻ കാര്യങ്ങൾ ഉണ്ടാവണം, അതിലും കൂടുതൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. സോ ഒരു അളവ് പറയുന്നതെന്ന് പറഞ്ഞാൽ 40% എന്നാണ്. എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളൊരു 3/4 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള സാധനങ്ങൾ വേണം. പ്രിപ്പറേഷൻ ഒട്ടും കുറഞ്ഞു പോകരുത്. അവിടെ നിങ്ങൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇനി പ്രിപ്പറേഷൻ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങളൊരു ടോപ്പിക്ക് തുടങ്ങുന്നു എന്നതാണ്. നമുക്കൊരു വിഷയത്തിൽ, എന്ത് വിഷയത്തിലാണെങ്കിലും അതിൽ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ പോയി സംസാരിക്കലല്ല പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജോ അല്ലെങ്കിൽ ടോപ്പിക്കോ എടുത്തിട്ട് അതിങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കലാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. പിന്നെ അതിലെ തുടക്കം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആളുകളെ ക്യാച്ചിങ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഉദാഹരണത്തിന് ഞാനൊരു പ്രസൻറ്റേഷൻ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ലൈൻ തന്നെ ഇങ്ങനെയാണ്: ലോകം അവസാനിക്കാൻ പോവുകയാണ് നാളെ. അപ്പോൾ തന്നെ ആളുകളുടെ ഒരു അട്രാക്ഷനും അറ്റൻഷനും എനിക്ക് കിട്ടും. ആളുകൾക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കിട്ടും. അപ്പോൾ ഈ റിഹേഴ്സൽ സമയത്ത് നിങ്ങൾ പല ഇൻട്രോസ് ഒന്ന് ചിന്തിച്ച് വെക്കുക.
എന്നിട്ട് അതിൽ ഏറ്റവും നല്ല അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള നല്ലൊരു ഇൻട്രോയിൽ തുടങ്ങാം. പ്രിപ്പറേഷൻ സെക്ഷൻ കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഡെലിവറി, എങ്ങനെയാണ് അവതരണ രീതി എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ക്യാപ്റ്റിവേറ്റിംഗ് സെൻറ്റൻസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. അത് വെച്ചിട്ടാണ് നിങ്ങളെ പ്രസൻറ്റേഷൻ തുടങ്ങുന്നത്. ഓരോ പ്രസൻറ്റേഷനിലും ഒരു പ്രോബ്ലം നിങ്ങൾ ആദ്യം പറയുക, എന്നിട്ട് അതിനുള്ള ആൻസേഴ്സ് ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അടുത്ത പ്രോബ്ലം പറയുക, അടുത്ത ആൻസേഴ്സ് കൊടുക്കുക. ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന അവരുടെ അറ്റൻഷൻ നമുക്ക് പിടിച്ചു കിട്ടുന്നു. പക്ഷേ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പേടിക്കുന്നു, നമ്മുടെ സംസാരം മൊണോട്ടണസ് ആവുന്നു. മൊണോട്ടണസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം ഒരേ രീതിയിൽ പോകുന്നു, ഒരേ ഫ്ലോയിൽ പോകുന്നു. അതിലെ സ്പീഡ് ഒരേപോലെ, അതിലെ സ്ട്രെസ് ഒരേപോലെ, അതൊരു ബോറിങ് കോൺവെർസേഷൻ ആവും. അപ്പോൾ നമ്മളൊന്ന് നിർത്തിയിട്ട് പതിയെ പറയാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പതിയെ പറയുക, സ്ട്രെസ് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ഉദാഹരണത്തിന് നമ്മൾ കൊച്ചു കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്, 1000 ആണോ 900 ആണോ വലുതെന്ന്. അപ്പോൾ കുട്ടികൾ നമ്മൾ പതിയെ 900 എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഒരുപാടുണ്ടെന്ന് വിചാരിച്ച് 900 ആണെന്ന് പറയും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ ഇങ്ങനെ പറയാണ്, 1000 കോടിയുടെ പ്രൊജക്റ്റ് എനിക്ക് നാളെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത്ര ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. 1000 കോടി എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്. പക്ഷെ ആ ഒരു തുകയുടെ ഇനോർമിറ്റി, ആ ഒരു വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പകരം ഞാൻ പറയേണ്ടത് 1000 കോടിയുടെ പ്രൊജക്റ്റ് എനിക്ക് നാളെ തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ രണ്ടും സംസാര രീതി ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കും. കൂടുതൽ എഫക്റ്റീവ് ആയത് ഞാൻ സ്ലോയിൽ പതിയെ പറഞ്ഞപ്പോഴാണ്. അതുപോലെ സ്ട്രെസ് കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ സ്ട്രെസ് കൊടുക്കണം. ഉദാഹരണത്തിന് നാളെ ലോകം അവസാനിപ്പാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതിനത്ര ഒരു സ്ട്രെസ് കിട്ടുന്നില്ല. പക്ഷെ പകരം ഞാൻ ഇങ്ങനെ പറയുവാണ്, നാളെ ലോകം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ നാളെ എന്ന വാക്കിന് ഒരു സ്ട്രെസ് കൊടുത്തപ്പോൾ അത് കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടിയെന്നുള്ളതാണ്. ഓരോ പ്രസൻറ്റേഷനിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ എങ്ങനെ തുടങ്ങുന്നു, പ്രസൻറ്റേഷൻ എങ്ങനെ അവസാനിക്കുന്നു. തുടക്കവും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും, അവസാനം നമ്മൾ ഓർത്തിരിക്കും. ഏതൊരു കോൺവെർസേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ എങ്ങനെ ആൾ വന്നു, എങ്ങനെ ആൾ തുടങ്ങി എന്നുള്ളത് ഓർക്കും, അതുപോലെ എങ്ങനെ ആൾ അവസാനിപ്പിച്ചു എന്ന് ഓർക്കും. അതിൽ നടുവിലുള്ള പല കാര്യങ്ങളും മറന്നു പോയാലും ആ സ്റ്റാർട്ടിങ്ങിലും അവസാനത്തെ കാര്യം മാത്രം നല്ല ക്ലിയർ ആയി കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്യാപ്റ്റിവേറ്റിംഗ് സെൻറ്റൻസിൽ തുടങ്ങണം. എൻഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹോപ്പ്ഫുൾ നോട്ടിൽ അവസാനിപ്പിക്കുക എന്നാണ്. ഒരു പ്രതീക്ഷ കൊടുക്കണം. നാളെ ലോകം അവസാനിക്കുന്നു, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം, ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അവസാനിപ്പിക്കുക. ഉദാഹരണത്തിന് എൻ്റെ ടോപ്പിക്ക് ജലാശയം മലിനമാകുന്നു എന്നാണെങ്കിൽ അതിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെ അതിൽ നിന്ന് നമുക്ക് മുക്തമാവാൻ സാധിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അവസാനിപ്പിക്കണം. കേൾക്കുന്നവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാവണം നമ്മുടെ ഓരോ പ്രസൻറ്റേഷനും അവസാനിക്കുന്നത്.